ഇത് എന്തിന് ഗുരുപൂജ, എന്താണ് ഈ സങ്കല്പം എന്ന് അറിവുള്ള ആൾക്കാർ പറയട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. ഞാൻ ശ്രീ വത്സൻ തില്ലങ്കേരിയിലേക്ക്. വത്സൻജി, എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഈ പാദസേവ ചെയ്യിപ്പിച്ചത്? എന്തിനാണ് കാൽ കഴുകിച്ചത്? അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി. പരാതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു പാദസേവ തീരെ പരിചയമില്ലാത്ത, പെട്ടിയെടുത്ത് ശീലമൊട്ടുമേയില്ലാത്ത KSUക്കാർ, അങ്ങനെ പലരും. അങ്ങയോട് എന്തിനാണിത്? ഇപ്പോൾ പാദപൂജ എന്നത് അവരുടെ ഒരു പുതിയൊരു നരേഷനാണ്. ശരിക്കും ഗുരുപൂജയാണ്. ഭഗവാൻ വേദവ്യാസൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ചിട്ട് ലോകമെങ്ങുമുള്ള ആധ്യാത്മികമായി ഈ ഗുരുത്വത്തെ, ഗുരുപൂജയെ അംഗീകരിക്കുന്നവർ സഹസ്രാബ്ദങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഗുരുപൂജ എന്നത്. ഗുരുപൂജ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. പഴയകാലത്ത് ആശ്രമങ്ങളിലും ഗുരുകുലങ്ങളിലും ഒക്കെയാണ് നടന്നു വന്നിരുന്നത്. പിന്നീടത് സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും, മഠങ്ങളിൽ, അതുപോലെ ആശ്രമങ്ങളിൽ, എല്ലായിടത്തും ഈ ഗുരുപൂജ നടക്കുന്നുണ്ട്. എന്താണതിൻ്റെ പ്രസക്തി, എന്താണതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രഗതി വിദ്യാനികേതൻ കോളേജിൽ 30 വർഷമായി ഞാനവിടെ പ്രിൻസിപ്പാളായി ജോലി ചെയ്ത കാലം മുതൽ അവിടെ നടപ്പാക്കി വരുന്ന, എല്ലാവരും ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീ ഗുരുപൂജ പരിപാടി. ആ ഗുരുപൂജ പരിപാടിയിൽ ഞങ്ങളുടെ 10-30ഓളം ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് ടീച്ചറുടെ സഹായത്തോടു കൂടി നാട്ടിലെ വളരെ മുതിർന്ന, റിട്ടയറായിട്ടുള്ള, നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആദ്യം ഞങ്ങൾ ഓഫീസിൽ ഗുരുനാഥന്മാരെല്ലാവരും ചേർന്ന് വ്യാസനെ പൂജിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ +1 മുതൽ PG വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്, ചെറിയ കുട്ടികളല്ല. അവരുടെ ക്ലാസ്സിലേക്ക് ലീഡറും വിദ്യാർത്ഥികളൊക്കെ വന്ന് ഈ അധ്യാപകന്മാരെ കൊണ്ടുപോകും. അവരവരുടെ ക്ലാസ്സിൽ ഒരു കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തും. അവരുടെ ക്ലാസ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കും. അതുപോലെ തന്നെ ആ പാദങ്ങളിൽ അവർ ചിലപ്പോൾ പാദപൂജ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ കാൽ കഴുകും, ടീച്ചേഴ്സ് ചെയ്യും. ബാക്കിയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കും. അപ്പോൾ അദ്ദേഹം 10-70 വയസ്സുള്ള, 75 വയസ്സുള്ള, 80 വയസ്സൊക്കെയുള്ള ഇത്രയും ജ്ഞാനം ആർജിച്ച ഇത്രയും ആളുകൾക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത പരിണതപ്രജ്ഞനായ മഹാനായ ആ ഗുരുനാഥൻ അവരുടെ മൂർധാവിൽ വലത് കരം വെച്ച് അവരനുഗ്രഹിക്കും. അങ്ങനെ അതിനുശേഷം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വിദ്യാർത്ഥികളോട് 5-10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും. എൻ്റെ ഇതുവരെയുള്ള ഞാൻ കണ്ട, എനിക്ക് കോരിത്തെരിപ്പുളവാക്കിയ, അഥവാ എനിക്ക് വളരെയധികം വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ച നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്ത് ആ അധ്യാപകൻ അദ്ദേഹം കണ്ണീരണിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അധ്യാപന ജീവിതം, അതിൽ ഇതുവരെ കിട്ടാത്ത ഒരു ആദരവ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൃതകൃത്യത, ചരിതാർത്ഥ്യം, അതൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന ഉൾപ്പുളകം വിവരണാതീതമാണ്. ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. അവർ പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ ഒരു മുഹൂർത്തമാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ ചടങ്ങോടുകൂടി ഞാൻ പുതിയൊരു മനുഷ്യനായിരിക്കുകയാണ്, ഒരു ആത്മപരിശോധനക്ക്. അതുപോലെ തന്നെ ഗുരുത്വ സങ്കല്പത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ അവർ വളരെ വളരെ ആത്മഹർഷത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥികളുടെ ആദരവിനെ അവരനുസ്മരിപ്പിക്കാറ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ നടക്കാറുണ്ട്. നേരത്തെ രാധാകൃഷ്ണ സാർ പറഞ്ഞ ശ്രീ യേശുദാസ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള, മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള നിരവധി സാഹിത്യകാരന്മാർ, സംഗീതജ്ഞന്മാർ, സിനിമാ താരങ്ങൾ, എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, MD ഉൾപ്പെടെ, വൻവി ഉൾപ്പെടെ, സിനിമാ താരങ്ങൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാമുകളൊക്കെ, ഞങ്ങളുടെ വലിയ സർഗോത്സവമൊക്കെ നടക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് നടക്കുന്ന സമയത്ത്
അവരുടെ ഞങ്ങളുടെ 5 വർഷക്കാലത്തെ ഞങ്ങളുടെ കോളേജിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ആ വിദ്യാർത്ഥികളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിസ്മരണീയമായ അനുഭവമായി മാറിയത് ഗുരുപൂജയാണ്. ഗുരുനാഥന്മാരെ വന്ദിച്ചതാണ്, അവരുടെ കാലുതൊട്ട് നമസ്കരിച്ചാണ്, അവരുടെ അനുഗ്രഹ വർഷം ഏറ്റുവാങ്ങാൻ സാധിച്ചതാണ്. അതിൻ്റെ ഉൾപ്പുളകം വളരെ വൈകാരികമായിട്ടാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അവർ മുതിർന്ന കുട്ടികളും കൂടിയാണ്. അവർക്കത് നൽകിയ വിനമ്രത അതാണല്ലോ സ്വാഭാവികമായി. വിദ്യാഭ്യാസം നൽകേണ്ടത് ഒരാൾക്ക് വിനയമാണ് നൽകേണ്ടത്, സംസ്കാരമാണ് നൽകേണ്ടത്. അപ്പോൾ തലകുനിക്കുക എന്ന് പറയുമ്പം അപമാനത്തോടു കൂടി തലകുനിക്കുന്നത് ശരിയല്ല, പക്ഷേ അഭിമാനത്തോടു കൂടി അതുപോലെ തന്നെ ആദരവോടുകൂടി തലകുനിക്കുന്നത് എത്ര അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ വിനയം ആ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിക്കുക എന്നുള്ളത് ഒരു അപമാനകരമായിട്ട് അല്ല അവർ കരുതുന്നത്, നേരെ മറിച്ച് അവരത് അഭിമാനകരമായിട്ടാണ് കരുതുന്നത്. പക്ഷേ അത് അർഹിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് അവർ ആദരവോടുകൂടിയാണ് അവരുടെ തലകുനിക്കുന്നത് എന്നത് അവർക്ക് വളരെയധികം ഹർഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതാണെന്ന് ഏകകണ്ഠമായിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന അധ്യാപകന്മാരാണെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കെല്ലാവർക്കും അത് നൽകുന്ന എന്താണ്, അത് നല്ലൊരു അനുഭവമാണ്. അവർക്ക് അവരുടെ മനസ്സിലൊരു പുതിയ സംസ്കാരം ഉണ്ടാവുകയാണ്. മുതിർന്നവരെ ആദരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ എന്ന വലിയൊരു പാഠമാണ്, ഒരു മാതൃകയാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതിലെന്താണ് തെറ്റ്? അതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങൾ നൽകുന്ന ഇത്തരം ഒരു ശ്രേഷ്ഠമായ വരിഷ്ഠമായ ഒരു പരിപാടിയാണ് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും എന്നത് ഏറ്റവും അധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഇതുണ്ട്. നോക്കൂ, ശ്രീകൃഷ്ണൻ അവതാര പുരുഷനാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്ന കുചേലനെ, അദ്ദേഹം 7ാം മാളിക മുകളിൽ നിന്ന് തൻ്റെ സതീർത്ഥനായ കുചേലനെ കണ്ടിട്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് അദ്ദേഹം സതീർത്ഥൻ്റെ കുചേലൻ്റെ കാല് കഴുകുകയാണ്, കാല് കഴുകി വന്ദിക്കുകയാണ്. എന്നിട്ട് എടുത്ത് അദ്ദേഹം 7ാം മാളിക മുകളിലേക്ക് അർദ്ധാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് കാലത്താണെങ്കിലും ഏത് മഹാഗുരുക്കന്മാരാണെങ്കിലും അവർക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുനാഥന്മാരെ അവർ വന്ദിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടുണ്ട്, ചക്രവർത്തിമാർ ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നാണല്ലോ അർത്ഥം. ആ ഒരു ഭൂശബ്ദസ്തന്ധകാരെ രുശബ്ദസ്ത നിരോധക അന്ധകാര നിരോധിത്താത് ഗുരുരിത്യഭിധീയതേ എന്നൊരു നിർവചനം പറയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുട്ടിനെ നീക്കുന്ന മഹാശക്തിയാണ് ഗുരു എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഗുരുവിനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയല്ല, അയാളൊരു നിമിത്തം മാത്രമാണ്. നമ്മൾ ഒരാളെ ആദരിക്കുന്നു, ഒരു ഗുരുവായ ഒരാളെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരമ്പരയാണ് ബഹുമാനിക്കുന്നത്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്നാണ്. അപ്പോൾ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പര ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ വയലാറിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നുണ്ട്. അത് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോ പാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമിരുന്നി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം എന്ന് വയലാർ വളരെയധികം ആദരവോടു കൂടിയിട്ട് പറയുന്ന ആ ഗുരു പരമ്പര, ആ പരമ്പരയാണ് നമ്മൾ ആദരിക്കുന്നത്. അവരാണ് നമ്മൾക്ക് വേദങ്ങൾ നൽകിയത്, അവരാണ് ഉപനിഷത്തുകൾ നൽകിയത്, അവരാണ് ജ്ഞാനം നൽകിയത്, അവരാണ് നമ്മൾക്ക് ഇതിഹാസങ്ങൾ നൽകിയത്, അവരാണ് നമ്മൾക്ക് പുരാണങ്ങൾ നൽകിയത്, അവരാണ് നമ്മൾക്ക് ഷഡ്ദർശനങ്ങൾ നൽകിയത്. നമ്മുടെ അനന്തമായ ജ്ഞാനപാരാവാരത്തെ മുഴുവനും അവർ ആത്മാന്വേഷണത്തിലൂടെ അവർ സ്വായത്തമാക്കിയ ഈ അറിവ് മുഴുവനും ലോകത്തിന് വേണ്ടി നൽകിയത് അവരാണ്. നമ്മുടെ ആത്മീയ വിജ്ഞാനത്തോടൊപ്പം തന്നെ നിരവധി ഭൗതിക വിജ്ഞാനത്തിൻ്റെ മഹാഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പൂർവ്വ പൈതൃകം, ശാസ്ത്ര പൈതൃകം എത്ര മഹത്തരമാണ്. അതൊക്കെ ഈ ഗുരുനാഥന്മാർ നമുക്ക് നൽകിയതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഗുരു പരമ്പരയാണ് നമ്മൾ ഒരു അധ്യാപകനെ പ്രണമിക്കുന്നതിലൂടെ, ആദരിക്കുന്നതിലൂടെ നമ്മൾ ബഹുമാനിക്കുന്നത്. ആ പരമ്പരയാണ് ആദരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒരു തെറ്റാവുന്നത്? അതെങ്ങനെയാണ് മോശമായൊരു പ്രവൃത്തിയാവുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ചില ആളുകൾ വിപ്ലവമാണ് എന്ന് പറയുന്നത്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിപ്ലവമാണ് എന്ന് പറയുന്നത് ഈ അപമാനിക്കുന്നതാണ്, ആക്ഷേപിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ് വിപ്ലവം. അതാണ് മഹത്തായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ മൂല്യങ്ങളുടെ കുളമറച്ചിലാണ് നടക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്,
ആ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ശ്രീ വത്സൻ ഇത്തരം തില്ലങ്കേരി, ഞാൻ വഴിതെറ്റിയ അങ്ങയിലേക്ക് ചിന്തകളാണ് തിരികെ എത്താൻ